സൂക്ഷിക്കുവാൻ കുഞ്ഞുമോളെ ദൈവം ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞുമോളെ ദൈവകൃപയുടെ ഈ ഭവനത്തിൽ വന്നു കയറിയപ്പോൾ ദൈവം കൊടുത്ത ആ കൃപ ഊട്ടി വളർത്തുവാൻ ഈ ഭവനത്തിലെ സാഹചര്യവും അനുകൂലമായി തീർന്നു. അങ്ങനെ ആ ഒരു ബന്ധത്തിലാണ് ഇന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഇടയാക്കിയത്. ഞങ്ങൾക്കും പ്രിയ അമ്മച്ചിയുടെ വേർപാടില് കുഞ്ഞുമോളോട് ചേർന്ന് കുഞ്ഞുമോളുടെ വേദന ഞങ്ങളുടെ വേദനയായതുകൊണ്ട് കുഞ്ഞുമോളുടെ വേദനയില് ഞങ്ങളും പങ്കുചേരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമോളുടെ ഓരോരുത്തരുടെയും വേദനയില് ഞങ്ങളും പങ്കുചേരുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തില് 2 ചോദ്യങ്ങളുണ്ട്. മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? അതിനുത്തരവും ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിൽ. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? അതിനും ഉത്തരം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, വിശ്വസിച്ചിരുന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും മരണമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് അതിന് 2 ഉത്തരവും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങളുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ ദൈവത്തിന്റെ കരത്താൽ എടുത്തു മാറ്റട്ടെ. ദൈവികമായ ആശ്വാസം, ദൈവവചനത്തിലൂടെയുള്ള ആശ്വാസം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നല്ലൊരു യാത്രയപ്പിനായിട്ട് നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നെടുമ്പുറം കൂട്ടായ്മയുടെ പേരിലുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖവും അനുശോചനവും ഈ സമയം അറിയിക്കുകയും പ്രതീകമായിട്ടുള്ള നിത്യ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യമായ വാസത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാം. ദൈവമായിട്ട് നമ്മെ ശക്തിയാം. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ,
കർത്താവിന്റെ ശ്രേഷ്ഠനാമത്തിന് ഈ ദുഃഖാർത്ഥമായ അവസരത്തിൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദുഃഖത്തിന്റെ ആഴത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തിനോട് നാം ചേർന്ന് അതിൽ ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ, പ്രിയ മാതാവിന്റെ വേർപാടിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതോർക്ക് സ്തോത്രം ചെയ്യുന്നു. അതിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുമിത്രാദികളെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ച ശരീരാവസ്ഥയിലായിരിക്കുന്ന ഈ മാതാവിന്റെ രണ്ടാമത്തെ സഹോദരന്റെ മകനാണ് ഞാൻ. എന്റെ പേര് പൊന്നച്ചെന്നാണ്. ഹാലിൽ ഞങ്ങളുടെ പിതാക്കന്മാര് 3 പേരായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഹാലിൽ മൂത്ത ആളിന് വർക്കിയെന്നും രണ്ടാമത്തെ ആള് എന്റെ പിതാവിന് പോത്ത വർഗീസ് എന്നും മൂന്നാമത്തെ ആളിന് പത്രോസ് എന്നും പോത്ത പത്രോസ് എന്നും ആയിരുന്നു പേര്. ഹാലലൂയ. അവരുടെ എല്ലാം ഇളയ സഹോദരിയാണ് ഈ ഹാലലൂയ. ഹാലലൂയ നമ്മുടെ മധ്യത്തിൽ ഹാലലൂയ നിശ്ചലമായി കിടക്കുന്ന മാതാവ്. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ മാവിയാണ്. ഞങ്ങൾ ഹാലലൂയ സംബോധന ചെയ്യുന്നത് എടത്തുവായിലെ മാവി എന്നാണ്. പ്രൈസ് ലോർഡ്. വളരെ സ്നേഹവതിയായിരുന്നു ഞങ്ങളുടെ മാവി, അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ ഈ വേർപാടിൽ ദുഃഖിക്കുന്നുവെങ്കിലും ഹാലലൂയ മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്തവരായിട്ടല്ല, പ്രത്യാശയുള്ളവരായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാവിക്ക് മൂത്ത ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നത് മരണത്തിൽ കൂടി കടന്നുപോയി. ഞാൻ കണ്ടിട്ട് പോലുമില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ അവരുടെ ഒരു മകളും കുടുംബവും ഹാലേ വളഞ്ഞോട്ട് താലന്തിരുത്തിയിൽ താമസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ മൂത്ത പിതാവ്, അതായത് വർക്കിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ മലബാറിൽ മാനന്തവാടിയിലാണ് വസിക്കുന്നത്. അവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഇതുവരെ നിശ്ചയമില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ ഹാലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആയിരിക്കാനുള്ള സൗഭാഗ്യം ദൈവം തന്നു. അതിലുപരിയായിട്ട് ഹാലിൽ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥ പ്രിയ മാതാവിന് ഒരല്പം പോലും ക്ലേശമില്ലാതാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. പ്രൈസ് ലോർഡ്. ആർക്കും ഒരു ഭാരമാകുവാൻ ഇടവരുത്താതെ, സ്വന്തമായി ഒരു ഭാരമായി തീരാൻ ഇടവരുത്താതെ പെട്ടെന്നുള്ള സന്തോഷകരമായ ഒരു അന്ത്യമായിരുന്നതുകൊണ്ട് ഹാലിൽ ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും വളരെ പ്രത്യാശയുണ്ട്, സന്തോഷമുണ്ട്. ഈ മാതാവിനെ കർത്താവിന്റെ വരവിൽ കർത്താവിനോട് ചേർന്ന് കാണാൻ സാധിക്കുമെന്നുള്ളത്. പ്രൈസ് ലോർഡ്. ഹാലിൽ ജീവിതത്തിലെ ദുഃഖമുണ്ടാകാറുണ്ട്. മരണം നിശ്ചയമാണ്, എന്നാൽ അതിന്റെ സമയം നിശ്ചയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ലോകത്തിലെ ഹാലലൂയ ചരിത്ര പ്രസിദ്ധരായ വലിയ വലിയ ആളുകൾ പോലും വളരെ പ്രത്യാശയോട് ജീവിച്ചിരുന്നപ്പോൾ ഹാലലൂയ പെട്ടെന്നാണ് മരണം സംഭവിച്ച് ഈ ലോകത്തോട് ഹാലലൂയ യാത്ര പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഹാലലൂയ. ആയതിനാൽ മാവിയുടെ പെട്ടെന്നുള്ള ഈ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും വളരെ പ്രത്യാശയും സന്തോഷവുമുണ്ട്. ഹാലലൂയ. ദൈവം ഹാലലൂയ താൻ സ്നേഹിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ദൈവത്തിന്റെ ഹാലലൂയ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ മരണം വഴിയായി കടന്നുപോകുന്ന പലരും വളരെ ദുഃഖത്തിലായി, വളരെ കഷ്ടത്തിലായിട്ടാണ് മരിക്കുന്നത്. ചിലരൊക്കെ ഹാലലൂയ സന്തോഷമുള്ളവരായിട്ട് അല്പം പോലും ക്ലേശമില്ലാതെ ലോകത്തോട് വിട പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നത് ലോകത്തോടുള്ള ബന്ധം കൂടുതൽ ആര് വെക്കുന്നുവോ അവരാണ് കഷ്ടതയിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകത്തെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ സന്തോഷത്തോടുകൂടിയാണ് അവരുടെ മരണം. പ്രൈസ് ലോർഡ്. ഹാലലൂയ. 90-ാം സങ്കീർത്തനത്തിൽ മോശ പറഞ്ഞത് ഹാലലൂയ, ഹാലലൂയ, പ്രൈസ് ലോർഡ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് കർത്താവ് പറഞ്ഞവരാണ്. പ്രൈസ് ലോർഡ്. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് പൊടിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ തിരികെ പൊടിയിലേക്ക് ചേരും. ഹാലലൂയ. കർത്താവ് വിളിക്കുമ്പോൾ എല്ലാവരും പോയേ പറ്റൂ. ആർക്കും ഒരു റെക്കമെൻഡേഷനോ ഹാലലൂയ, ഹാലലൂയ മറ്റൊരു സാഹചര്യമോ ഉണ്ടായി ഇവിടെ ഒരു നിമിഷം പോലും കൂടുതൽ പാർക്കുവാൻ സമ്മതിക്കുകയില്ല. ഹാലലൂയ. ദൈവത്തിന്റെ ഹിതം അപ്രകാരമാണ്. ചിലരെ ദുഃഖത്തിലും ചിലരെ സന്തോഷത്തിലും ചിലരെ ഈ രണ്ടുമല്ലാത്ത അവസ്ഥയിലുമാണ് ദൈവം ഹല്ലേലൂയ അവസാന സമയത്തേക്ക് നയിക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരായ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ദുഃഖമുണ്ടെങ്കിലും വളരെ സന്തോഷകരമായ ഒരവസ്ഥ. ഈ മാതാവ് വളരെ പ്രത്യാശയോടുകൂടിയാണ് ലോകത്തിൽ നിന്ന് ഹാലലൂയ കടന്നു പോകുന്നത്. പ്രൈസ് ലോർഡ്. ആയതിനാൽ ജാതികളെ പോലെ ഹാലലൂയ നാം ഹാലലൂയ ബഹളം വെക്കാതെ
കരഞ്ഞ ശബ്ദം ഉണ്ടാക്കാതെ ഹല്ലേലൂയ സന്തോഷത്തോടെ പ്രത്യാശയോട് മാതാവ് പോകുന്നു എന്നുള്ള അതേ പ്രത്യാശ നമുക്കും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ പുലർരാവിൽ കുടുംബം വളഞ്ഞോട്ടത്തെ ഹല്ലേലൂയ 11 തലമുറയ്ക്ക് മുൻപ് കുറവരങ്ങാട് പൂത്തർക്ക പഞ്ചായത്തിൽ നിന്ന് വന്ന് താമസിച്ച ഒരു കുടുംബമാണ്. കത്തോലിക്ക സഭയുടെ അതികാഠിന്യമായ പീഡനം സഹിക്കാതെ വന്നപ്പോൾ ഒരു പാതിരി അച്ഛനും ഹല്ലേലൂയ 7 പേരും കൂടിയാണ് നിരണത്ത് കടന്നു വന്നത്. കുന്നത്തുകുഴി എന്ന് പറയുന്ന ഹല്ലേലൂയ ഭവനത്തിൽ അന്ന് അവിടെ ഭവനമില്ലായിരുന്നു, അതൊരു കുഴിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പുത്തർക്ക പഞ്ചായത്തിലെ അവരുടെ ഹല്ലേലൂയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബ പേര് ഹല്ലേലൂയ കുന്നത്ത് എന്നായിരുന്നതിനാൽ ഇവിടെ വന്ന് ആ കുഴിയിൽ കുന്നത്തുകുഴി എന്നുള്ള പേരിൽ ഹല്ലേലൂയ പുല്ലമ്പിലാവിൽ കുടുംബം ആരംഭിച്ചു. ഇപ്പോൾ ഏതാണ്ട് 8 ശാഖകളായി ഹല്ലേലൂയ 110 വീടുകളായിട്ട് ആ ഹല്ലേലൂയ ഭവനം ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ എരവേരി, മല്ലപ്പള്ളി, തിരുവല്ല, നെരണം അങ്ങനെ പല സ്ഥലത്തായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹല്ലേലൂയ ആദ്യകാലം മുതലേ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ദൈവം ഒരിക്കലും ഞങ്ങളെ താഴോട്ട് പോകാൻ സമ്മതിച്ചിട്ടില്ല, ഉയർത്തുക തന്നെയാണ് ചെയ്തത്. ആ കുടുംബത്തിൽ ജനിച്ച് ഇവിടെ വിവാഹിതയായി കടന്നു വരുവാൻ ഈ മാവിക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ. സ്നേഹനിധിയായ ഔസേപ്പച്ചൻ എന്ന് വിളിക്കുന്ന MC ജോസഫ് അവർക്ക് തന്റെ ഭർത്താവായിരിക്കാനും ഞങ്ങൾക്കൊക്കെ വളരെ താങ്ങും തണലുമായിരിക്കാനും ദൈവം നല്ല ഒരു കൂട്ടാളിയാണ് മാതാവിന് കൊടുത്തത്. അതുപോലെ തന്നെ ഹല്ലേലൂയ മക്കളെയും പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ വളരെ ദൈവഭയത്തിൽ വളർത്തുവാൻ ഹല്ലേലൂയ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. ഞാൻ മിക്കവാറും ഇവിടെ കടന്നു വരുമായിരുന്നു. മാവിയെ കണ്ടു. മാവിനെ കാണാനുള്ള ഹല്ലേലൂയ സൗകര്യം എനിക്കില്ലായിരുന്നു. എന്റെ പ്രവർത്തന മേഖല രാജസ്ഥാനിലായിരുന്നതുകൊണ്ട് ഹല്ലേലൂയ ആണ്ടിന്റെ മിക്കവാറും സമയങ്ങളിൽ ഞാൻ ആ പ്രദേശത്തായിരിക്കുന്നതിനാൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് മാവൻ ഹല്ലേലൂയ ഈ ലോകത്തോട് ലോകത്തിൽ നിന്ന് വേർപെട്ടത്. എന്നാൽ മാവിയെങ്കിലും ഹല്ലേലൂയ നേരിൽ കാണുവാൻ ഉള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. എന്റെ ഹല്ലേലൂയ 2 പെൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. അവർ 2 പേരും, ഒരാൾ രാജസ്ഥാനിൽ കോട്ടായിലും മറ്റൊരാൾ ഗുജറാത്തിൽ രാജ്കോട്ടുമാണ് വസിക്കുന്നത്. അവരൊക്കെ അവിടെ ഭവനം അവിടെ തന്നെ വെച്ച് അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഭവനം നിർമ്മിച്ച് അവിടെ തന്നെ പാർക്കുകയാണ്. ആയതിനാൽ അവർക്ക് ആർക്കും ഇതിൽ വന്ന് സംബന്ധിക്കാനുള്ള സൗകര്യം ലഭിച്ചില്ല. ഇന്ന് പകൽക്കാലം ഞാനും എന്റെ ഭാര്യയും എന്റെ അനുജൻ PV വർഗീസ് എന്ന് പറയുന്ന തമ്പാനും എന്റെ മറ്റൊരു അനുജൻ PV ജോർജ് എന്ന് പറയുന്ന ജോർജ് കുട്ടിയും ഏറ്റവും വലിയ സഹോദരൻ അലക്സാണ്ടർ എന്ന് വിളിക്കുന്ന പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന അലക്സാണ്ടറും ഇന്നിവിടെ ആയിരിക്കാൻ, കുടുംബസഹിതമായിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. തുടർന്നുള്ള ഹല്ലേലൂയ ശുശ്രൂഷയിലെ ഹല്ലേലൂയ പുല്ലമ്പിലാവിൽ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദുഃഖവും ഹല്ലേലൂയ സഹതാപവും ഞങ്ങൾ അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മാവി അമ്മ നഷ്ടപ്പെട്ടതുപോലെ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് മാവി നഷ്ടപ്പെട്ടത്. എന്നാൽ ദുഃഖിതരായിരിക്കാനല്ല, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പ്രത്യാശയുണ്ട്. നാം വീണ്ടും കാണും. നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊരു താൽക്കാലിക മരണമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയ ഹല്ലേലൂയ മാവിയെ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും നിത്യതയിൽ കാണാൻ ദൈവം ഒരു സൗഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഹല്ലേലൂയ ഘട്ടം ഘട്ടമായി എല്ലാം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശോഭയേറും നാട് കാണാമേ ദൂരമേ ശ്വാസത്താരൻ വാസംഗമൊരുക്കി
അമ്മച്ചിയുടെ മൃതദേഹം മുറ്റത്ത് തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് എടുക്കുകയാണ്. അതിനുവേണ്ടി സക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരും
സഹകരിക്കണമെന്ന് അറിയിക്കും. ഇത് എടുക്കുന്ന കേട്ടോ ഒരെണ്ണം പോലെ ലൈറ്റ് പോലെ ഇവിടെ ഇവിടെ വെളിയിൽ രണ്ട് ലൈറ്റ് വേണം. രണ്ട് ലൈറ്റ് ഒരു നമ്പറിലേ ഉള്ളൂ. ഞാൻ ലൈറ്റ് അദ്ദേഹം എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഭവനത്തിൽ നിന്ന് എടുത്ത് മറ്റത്തേക്ക് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് എടുത്തു. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണു നീരൊക്കെയോ മറന്നു നീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണു നീരൊക്കെയോ മറന്നു നീരും. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. മരണ നീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. മരണ നീഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമെന്നന്ത്യം വരെ. കരളറിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമെന്നന്ത്യം വരെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവരുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നിത്യനായ സ്വർഗ്ഗസ്ഥ പിതാവേ, പിതാവേ, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വാത്സല്യ ഭവനത്തിൽ കൂടി വരുവാൻ ദൈവമേ, ഞങ്ങളുടെ മാതാവിന്റെ ദേഹവിയോഗത്തോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്നതിനെ പാടി ഹല്ലേലൂയ സ്തോത്രം പാടുവാൻ ഒരു അവസരം കൂടെ നൽകി തന്ന വലിയ കൃപയ്ക്കായി നിന്ന് ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ അപ്പന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ലോകത്തിൽ എത്ര കാലം ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്ന് ലോകത്തെയും പ്രദേശത്തെയും കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ മാതാവിന് കൊടുത്ത കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ ഏറെയായാൽ 80 മാത്രമെന്ന് നിങ്ങൾ ബൈബിൾ വചനം അറിയുമ്പോൾ 92 ദീർഘസംവത്സരകാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ തലമുറകളെ കാണുവാൻ പ്രിയമാതാവിന് കൊടുത്ത കൃപയ്ക്കായി നിന്ന് ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ലോകപ്രകാരം മാതാവ് വേർപെട്ടപ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിലും എന്റെ പൊന്നപ്പന്റെ കരങ്ങളിൽ നിന്റെ മകളെ സൂക്ഷിച്ചിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രതികൂലങ്ങൾ ഒന്നൊന്നായി ജീവിത പടകിനെ ആഞ്ഞടിച്ചപ്പോഴും കർത്താവെ പ്രിയപ്പെട്ടവനോട് ചേർന്ന് സന്തോഷത്തോടുകൂടെ ദൈവത്തെ മഹത്വീകരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയ പ്രിയ മാതാവ് സ്വർഗത്തിൽ കർത്താവെ സന്തോഷിക്കുന്നത് കൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഒരു നാളിൽ ഞങ്ങൾക്ക് കർത്താവെ പ്രിയന്റെ പൊന്മുഖത്തോട് ചേർന്ന് ചെല്ലേണ്ടിവരാണെന്നുള്ള ബോധത്തോടുകൂടെ പ്രിയ മാതാവിനെ യാത്ര അയക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആൺമക്കളെയും പെൺമക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദൂരതയിൽ നിന്ന് ഇവിടെ വന്ന് സന്തോഷമായി മാതാവിനെ യാത്ര അയക്കുവാൻ നിന്റെ മക്കൾക്കൊക്കെ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ഏറിയ നന്മകളാൽ നീ അവരെ നിറയ്ക്കണം കർത്താവെ, തലമുറകളെ നീ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളുടെ വഴികളെ പിൻപറ്റി ജീവിപ്പാൻ അവരെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ ഈ പ്രിയ മാതാവിന്റെ കർത്താവെ മൃതശരീരം ഈ ഭവനത്തിൽ നിന്ന് കർത്താവെ എന്നേക്കുമായി പുറത്തേക്ക് നിങ്ങൾ എടുക്കുവാൻ പോകുക കർത്താവെ. എല്ലാം നിന്റെ കൃപ ധാരാളം കൂടെ ഇരിക്കണം കർത്താവെ. നീ അല്ലാതെ ആശ്രയം ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവെ. നിത്യമായ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം കർത്താവെ. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ഹല്ലേലൂയ സ്തോത്രം പാടിക്കൊണ്ട് പ്രിയമാതാവിനെ യാത്ര അയക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം കർത്താവെ. ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമാക്കണമേ, കാലാവസ്ഥ അനുകൂലമാക്കണമേ, എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അച്ഛക്ക് ബ്ലൂരിയ
പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തിന്റെ ഉറവിടമായിരുന്ന ഈ പ്രിയ അമ്മച്ചിയുടെ നിര്യാണത്തിലെ അനുശോചനമറിയിക്കുക എന്നുള്ളൊരു ദൗത്യം ദൈവം ബലഹീനനായ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ശക്തനായ ദൈവത്തിലൂടെ ഈ അമ്മച്ചിയെക്കുറിച്ച് അറിയാവുന്ന വാക്കുകൾ മാത്രം പറയാനും, ഇവിടെ നിൽക്കുന്ന നിയോഗത്തിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബവുമായി എന്റെ സഹോദര കുടുംബത്തിന് ഒരു വിവാഹബന്ധം ദൈവം ഒരുക്കി. എന്റെ ജ്യേഷ്ഠന്റെ മകളെയാണ് ഈ അമ്മച്ചിയുടെ മകൻ സണ്ണിച്ചായന്റെ മകൻ സജോ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ എന്നെ തമ്പുരാൻ ഇവിടെ നിർത്തിയിരിക്കുന്നതിന്റെ ഒരു കാര്യം, ഈ ബന്ധുതയുടെ അനുഭവത്തിൽ ഞങ്ങൾ ഇവിടെ വന്നു ചേരാൻ, ഈ അമ്മച്ചിയുടെ നിര്യാണത്തിൽ പങ്കുചേരാനും ദൈവം അനുവദിച്ചു. ഇനി അങ്ങനെ തന്നെ ഒരു ബന്ധം ഉണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ എന്റെ വല്യപ്പച്ചന്റെ സഹോദരിയുടെ
കൊച്ചുമകളെയും ഈ കുടുംബത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. സണിജാന്റെ മൂത്ത ജ്യേഷ്ഠൻ ബേജാന്റെ ഒരു മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ബിജോയുടെ ഭാര്യ എന്റെ സഹോദരിയുടെ മകളാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഒരു സത്യമാണ്. വേർപാടെല്ലാവർക്കും ദുഃഖമാണ്. എങ്കിലും തിരുവചനം പറയുന്നു, സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിലാപ ഭവനത്തിലെ പ്രായാധിക്യത്തിൽ മരിക്കുന്നവരും പ്രായത്തിന്റെ അവസ്ഥകളിൽ നിന്ന് യൗവനത്തിലൊക്കെ മരിക്കുന്നവരും ആയിരിക്കുമ്പോഴും നമ്മളൊരു ഭവനത്തില് അങ്ങനെ ഒരു വിശിഷ്ടമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ തമ്പുരാൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ വേർപാട്, അത് നിത്യതയുടെ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം വിളിക്കുന്നതെന്ന് നമുക്കൊരു തിരിച്ചറിവ് തരികയാണ്. മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിക്ക് നമ്മോട് സംസാരിക്കാനുള്ളതും, ഞാൻ ഇന്നലകളിൽ ജീവിച്ച ജീവിതത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാം. ജീവിച്ചിരിക്കുന്നവർക്ക് മരണം ഒരു യാഥാർത്ഥ്യമാണെന്ന സത്യം തിരിച്ചറിയാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു സത്യമാണെങ്കിൽ മരണവും ഒരു സത്യമാണ്. ക്രിസ്ത്യതയുടെ അനുഗ്രഹം പേർ ജീവിക്കുന്ന നാമൊക്കെയും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളാണ് മരണത്തിലും ഈ സന്തോഷാനുഭവമായി ഇത് മാറുന്നത്. മരിച്ച വ്യക്തിയെ ഓർത്ത് നമ്മൾ വിലപിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഈ അമ്മച്ചിയുടെ മക്കളെല്ലാം ആണും പെണ്ണും ദൈവം ദാനമായി ഉദരത്തിലേക്ക് കൊടുത്തതാണ്. അവരെ യഥോചിതം ദൈവകൃപയിൽ വളർത്തുവാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ അമ്മച്ചിയുടെ ഈ ലോകത്തിലെ ഓട്ടം പൂർത്തിയാണ്. ഇവിടെ നമ്മൾ പാടാറുണ്ട്, ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേഹേ വിരോധിനായി. ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേഹേ വിരോധിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാര്യ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാര്യ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നിത്യതയുടെ അനുഗ്രഹത്തെ പേറുവാനായി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ദൂതന്മാര് നമ്മളെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൂതന്മാര് നമ്മെ കാത്തിരുന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള നമ്മുടെ അനുഗ്രഹത്തിന്റെ ആ ക്രിസ്തീയ വിശ്വാസം, കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് അവിടുന്ന് നമ്മിലും നമ്മൾ അവനിലും വസിക്കുന്ന അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ പ്രിയ മാതാവിന് നിത്യയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പിഴവുകള്, ആ കുറവുകള് ഒക്കെ ദൈവം പരിഹരിച്ച് അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയിലേക്ക് നമ്മെ വിളിക്കുന്ന ഒരു അനുഭവമാണ് മരണം. ആ മരണത്തിന്റെ അനുഭവത്തെ നാം ഇന്ന് നമ്മുടെ തിരുമുമ്പിൽ ദൈവം കൊണ്ടിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ്. ഈ മരിച്ചു കിടക്കുന്ന അമ്മച്ചി നമ്മളോട് സംസാരിക്കുക, മക്കളെ, നാളെ എല്ലാവർക്കും ഈ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോകണം. ആ വേർപെട്ടു പോകേണ്ട ഒരു അവസ്ഥ നാം ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ഓരോ വിലാപ ഭവനത്തിലും നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള സന്ദേശമാണ് ഒരു മരണഭവനത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, വിരുന്നു ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഏറെ നന്ന് വിലാപ ഭവനത്തിലായിരിക്കണം. ജ്ഞാനിയുടെ ഹൃദയം വിലാപ ഭവനത്തിലാണെന്ന് വചനത്തിൽ പറയുന്നു. സഭാപ്രസംഗന്റെ ദിവസത്തിൽ പറയുന്നു, ജ്ഞാനിയുടെ ഹൃദയം വിലാപ ഭവനത്തിലാണ്. ഭോഷന്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ജ്ഞാനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതാണെന്ന് തിരുവേദനം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനം സ്വർഗീയമാണ്. ലോകത്തിന്റെ വിജ്ഞാനം എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനമാണ് എല്ലാ വ്യക്തികളിലും വേണ്ടത്. ആ വ്യക്തികൾക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ അവസ്ഥയാണ് നമുക്ക് ഓരോ അവസ്ഥയിലും ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ. അത് മരണഭവനത്തിലാണ് അത് ഏറെയാ. നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ധ്യാനിക്കാനും. ഒരു മരണഭവനത്തില് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കാരണം തമ്പുരാനെ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യനിലെ ദൈവം കൊടുത്ത ആത്മാവിനെ അവിടുന്ന് തിരികെ വിളിക്കുന്ന അനുഭവം. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ പറയുന്നു, 12-ാം അധ്യായത്തിൽ പറയുന്നു, മണ്ണ് മണ്ണിലേക്ക് എടുക്കപ്പെടും, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരികെ ചേരും.
ആത്മാവ് ദാതാവ് ഇങ്ങോട്ട് തന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളുടെ ആത്മാവിനെ തിരിച്ചു കൊടുക്കുന്ന അനുഭവമാണ് മരണത്തിലൂടെ നാം എല്ലാം. നാളെ നമുക്കെല്ലാം മരണമുണ്ട്, ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ആർക്കും ഉറപ്പില്ലാത്ത ഒരു കാര്യം, ഇനി നാളെ എന്താണ്, ഇന്ന് ആര് മരിക്കും, നാളെ ആര് മരിക്കും, നമുക്ക് ആർക്കും അറിയില്ല. അതെല്ലാം സൃഷ്ടാവിന്റെ കരങ്ങളിലാണ്. ഇതാ ഈ അമ്മച്ചി പ്രായാധിക്യം, അമ്മച്ചിക്ക് അങ്ങനെ 92 വയസ്സാണ് ഞാൻ വായിച്ചത്. എനിക്ക് അമ്മച്ചി ഈ ഭവനത്തിൽ വന്ന് കണ്ടറിയാം, ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് കണ്ടറിയാം. പിന്നെ തന്നെയല്ല, കൊച്ചുമക്കളുടെ വിവാഹത്തിന് അമ്മച്ചി വളരെ ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. വിവാഹ ചടങ്ങിലെല്ലാം പങ്കെടുത്തു, മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. ഇതെല്ലാം ഞങ്ങള് എല്ലാവരും കണ്ടതാണ്. ചുരുങ്ങിയ കാലത്തെ പരിചയം അമ്മച്ചിയുള്ളെങ്കിലും അമ്മച്ചി നല്ലൊരു ദൈവീ വിശ്വാസിയായിരുന്നു. അമ്മച്ചിക്ക് പ്രാർത്ഥനയോട് വലിയ വലിയ ഒരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അമ്മച്ചി വളരെ ശാന്തമായിട്ടിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മച്ചിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാവുന്ന എങ്ങനെയാ. പിന്നെ സണ്ണിച്ചായന്റെ സഹോദരങ്ങളെ, തിരുവല്ലായി താമസിക്കുന്ന വത്സമ്മാമയും ജോയിച്ചായനും ഇവരെയൊക്കെ എനിക്ക് കൂടുതൽ പരിചയമുണ്ട്. പ്രിയ ബിജുവിനെ അറിയാം, ബേച്ചായന്റെ വൈഫിനെ അറിയാം, പിന്നെ ഇവിടെ ആയിരിക്കുന്ന സണ്ണിച്ചായന്റെ പെങ്ങളെ അറിയാം. ചുരുക്കം എല്ലാവരെയും ഒരു സാഹചര്യം കൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ അമ്മച്ചിയുടെ നല്ല ജീവിതത്തിൽ നിന്ന് ഈ മക്കളെയൊക്കെ ദൈവത്തിന് പ്രിയങ്കരരായി രൂപപ്പെടുത്താൻ സാധിച്ചതിന് നമ്മൾ കർത്താവിന് നന്ദി പറയണം. നമ്മുടെ എല്ലാം ജീവിതത്തില് അതുപോലുള്ള ഒരു നല്ലൊരു അനുഭവവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ മഹത്വത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്നവരായി തീരുവാനും തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വിശേഷിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല, ജെറി ഇവിടെ ഇല്ല, അവളും സജോയും വെളിയിലാണ്. അവരുടെ അസാന്നിധ്യത്തിലും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാനും ഈ അമ്മച്ചിയുടെ ആത്മാവിന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന്, നിത്യശാന്തി ലഭിക്കണം ദൈവകരങ്ങളിൽ ഈ അമ്മച്ചിയുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിയ ഓരോരുത്തരും ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെയും തമ്പുരാൻ ആശ്വസിപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. ഞാൻ ഈ ഭവനത്തിൽ കടന്നു വന്നിട്ട് 1979 ഈ ഭവനത്തിൽ കടന്നു വന്നത്. കടന്നു വന്ന നിമിഷം മുതലേ സന്തോഷത്തോടെ കാര്യമാണ് സ്ഥാപിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മച്ചി എന്ന് പറയുവാനും തന്നിരിക്കുന്നതിനായി സ്തോത്രം. മക്കളെയും മരുമക്കളെയും വേദനയില്ലാതെ കാണുവാനും എല്ലാവരും ഒരു സ്നേഹത്തോടെ ആയിരിക്കാൻ, ഒരു ദേഷ്യത്തിന് ഒരു വാക്ക് പോലും പറയാതെ ഞങ്ങളൊക്കെ സ്നേഹിപ്പാനും കർത്താവ് നദി കുറിക്കാൻ സ്തോത്രം. കൂടാരമായ ഭൗമഭവം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവിനെ അങ്ങിയെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. 9 മക്കളെ അമ്മച്ചിക്ക് ദൈവം ദാനം കൊടുത്തു. 82 അപ്പച്ചനെ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അന്ന് 2 കൊച്ചുമക്കളെ അപ്പച്ചന് കാണുവാൻ ഭാഗ്യം കൊടുത്തുള്ളൂ സ്തോത്രം. എന്നാൽ അമ്മച്ചിക്ക് 17 കൊച്ചുമക്കളെ കാണുവാനുള്ള ഭാഗ്യം കൊടുത്തു. 17 മക്കളിൽ 4 പേരുടെ കൊച്ചുമക്കളെയും കാണുവാനും അമ്മച്ചിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ ഭൂമിയുടെ ഒരു ജീവിപ്പാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ആ കണ്ണുനീരും ദുഃഖവും രോഗവുമില്ലാത്ത നാട്ടിലെ മാതാവിനെ കൂട്ടിച്ചേർത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരു ദിനം മാതാവിനെ കാണുവാന്, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അമ്മച്ചിയുടെ നല്ല പാത പിൻവറ്റുവാനും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷമയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാനും ഞങ്ങൾക്കൊക്കെയും കർത്താവ് കൃപ തരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ ഞങ്ങളെയൊക്കെയും കുടുംബമായി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സൊക്കെ ഏത് നിമിഷവും നടികൾ അറിയുന്നുള്ള ഇന്ന് അമ്മച്ചെങ്കിലും നാളെ നമ്മളൊക്കെ ആ സ്തോത്രം ഈ ഭൂമിയുടെ വരപ്പിൽ ഒരുക്കത്തോടെ ജീവിപ്പാനും കർത്താവിന്റെ വരവിലെ സ്തോത്രം പ്രത്യാശയോടെ ശോഭയുള്ള തുറമുഖത്തെ കാണുവാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്തോത്രം അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനും സകലരുടെ സ്നേഹത്തോടെ ആയിരിക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കുക. എല്ലാവർക്കും ജീവിതമെന്ന് പറയുന്നു സ്തോത്ര. എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനാണ് സ്തോത്ര. ആശ്വാസത്തോടെ പ്രത്യാശയോടെ മാതാവിനെ യാത്രയിപ്പാൻ ഞങ്ങൾക്കൊക്കെ കൃപ തരേണ്ടെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു.
ഉണ്ടെനിക്കായൊരു മോക്ഷവിടേ ഇന്നലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് ഓടരമായൻ ഭവനം ഇവിടെ നിൽക്കണം. ഇത് മറഞ്ഞു ബഹുമാനപ്പെട്ട സാജൻ അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛന് അമ്മച്ചിയെ പറ്റി കൊണ്ടുവാക്കാൻ ഈശോയും കേട്ടു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ ദൈവമായ കർത്താവേ, മാലാഖമാരുടെ അസംഖ്യ ഗണങ്ങളോടുകൂടെ അങ്ങ് വരുമ്പോൾ തിരുനാമത്തിൽ മുദ്രയേറ്റവരായ എല്ലാവരെയും ഓർക്കുമ്പോൾ ഈ ദാസിയെയും ഓർക്കുമാറാകണമേ. നിന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തിക്കൊള്ളുമാറാകണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് അരുളി ചെയ്തതായ തിരുവചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റുമാറാകണമേ. ഇതുപോലെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഞങ്ങൾ സ്തുതിക്കുവാനായിട്ട് തന്നെ. കർത്താവിൽ പ്രിയരെ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ സങ്കടപ്പെടുന്ന ഏവരോടുമുള്ള ദൈവിക സമാധാനത്തിന്റെ പ്രത്യാശ ആദ്യമേ അറിയിക്കട്ടെ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് അരുളിച്ചതായ ദൈവിക വാഗ്ദാനം ഈ മാതാവിനും നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുമ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ കുറിച്ച് വച്ചിരിക്കുന്നു: ക്രിസ്തുവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മൃതരായവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൽ മൃതരാകണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിൽ ആയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നന്ദി വഴിപിഴച്ച ഒരു കാലഘട്ടത്തിൽ യൂദ ഓർപ്പിക്കുന്നുണ്ട്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവിനെന്ന്. എല്ലാവരും ദൈവസ്നേഹികളാണ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇന്ന് കാലത്ത് കാണുന്നുണ്ട്. ദൈവസ്നേഹം എന്ന് വെച്ചാൽ വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു കർത്താവിന്റെ വാക്കുകൾ: എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കും. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവസ്നേഹത്തിൽ വസിക്കുന്നതിന്റെ ആധാര ഘടകമെന്ന് പറയുന്നത്. ഈ അമ്മച്ചി ഇത്രയും നാളായി ഭൂമിയിലായി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവിക പാതയിൽ വഴി നടത്തി യാത്രയാവുകയാണ്. ഈ വേർപാട് എന്നെയും നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അമ്മച്ചി മടങ്ങിപ്പോവുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കാന്തിക പ്രഭാവത്തിൽ ഇരുമ്പ് തരികൾ ആകർഷിക്കപ്പെടുന്നത് പോലെ മണ്ണിൽ ദ്രവിച്ചേർന്നു പോയ ശരീരവും പുനരായിട്ട് വീണ്ടും യോജിപ്പിക്കപ്പെടും എന്ന് ദൈവിക പ്രത്യാശ. ഞാനിവിടെ ആയിരിക്കുന്നത്, ഈ അമ്മച്ചിയെ ഞാൻ അറിയുന്നത് അമ്മച്ചിയുടെ മക്കളിലൂടെയാണ്. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അമ്മച്ചിയുടെ മകൾ വത്സമ്മയുടെ കുടുംബം, ആ കുടുംബത്തിലെ മൂത്ത പുത്രന്റെ സ്ഥാനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ ഭവനത്തിലൂടെയാണ് ഞാൻ ഈ അമ്മച്ചിയെ അറിയുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ അമ്മച്ചിയെ കണ്ടിട്ടുള്ളൂ. എങ്കിലും
വളരെ വിനയത്തോടുകൂടി ദൈവിക പ്രസാദത്തോടുകൂടി അമ്മച്ചി ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അമ്മച്ചിയുടെ വേർപാട് നമ്മെ ഓർപ്പിക്കുന്ന ആ ദൈവിക സത്യം വിസ്മരിച്ചു പോകാതെ ജീവിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ ചില തെളിവുകൾ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോകാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഒരുപാട് ശാഠ്യങ്ങളിലും പിണക്കങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ കാലം കഴിച്ചു കൂട്ടുക. ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിച്ചത് അത്രയും പാഴായിരുന്നുവെന്ന് നന്നായിട്ട് ആലോചിച്ചാൽ മനസ്സിലാകും. അധികം കാലമൊന്നും നമുക്കാർക്കും ശേഷിച്ചിട്ടില്ല താനും. ഈ ശേഷിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുമൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അവശേഷിപ്പിച്ചിട്ട് പോകാൻ സാധിക്കണം. സ്നേഹിച്ചതും തോറ്റുകൊടുത്തതും ഒക്കെ മാത്രമേ സ്മൃതിപഥത്തിൽ ഓർത്തിരിക്കത്തുള്ളൂ. ഓർത്തിരിക്കുവാൻ നമുക്കെല്ലാവർക്കും താല്പര്യമാണ്. നമ്മെ എല്ലാവരും ഓർത്തിരിക്കണം എന്ന് നമുക്ക് ശാഠ്യവുമാണ്. ആരെങ്കിലും നമ്മെ മറന്നുപോയാൽ നാം സാഹചര്യങ്ങളെ സങ്കീർണമാക്കും. ഇന്നത്തെ കലുഷമായ കുടുംബാന്തരീക്ഷങ്ങളുടെയും സൗഹൃദങ്ങളുടെയും ഒക്കെ പ്രധാന കാരണം ഈ മറവിയാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഓർത്തിരിക്കുവാൻ തക്കവണ്ണം എന്താണ് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്? കുറച്ച് കാലുഷ്യങ്ങളും ശാഠ്യങ്ങളും അല്ലാതെ നമ്മുടെയൊക്കെ കണക്ക് ബുക്കിൽ അധികമായിട്ട് ഒന്നുമില്ലാതാനും. അപ്പോൾ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ആയുസ്സിനെ കൂടുതൽ സങ്കീർണമാക്കാതെ ദൈവിക കൃപയിൽ നിറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിലായിരിക്കുവാൻ തക്കവണ്ണം ഈ വേർപാട് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കും, അവർ ഭാഗ്യവാന്മാർ. ഈ അമ്മയെ നിത്യതയുടെ തീരത്ത് കണ്ടുമുട്ടാം എന്നുള്ള പ്രത്യാശയോടുകൂടെ യാത്ര അയക്കുന്നു. അമ്മയുടെ വേർപാട് സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ തന്റെ ദൈവിക സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയിലൂടെ കണ്ടതായ ദൈവിക തേജസ്സും പ്രകാശവും ദൈവിക സ്നേഹവും തലമുറകളിലൂടെ വ്യാപിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ നിയോഗങ്ങളെ നന്നായിട്ട് ധ്യാനിക്കുവാനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാലത്തോളം വിശ്വസ്തമായിട്ട് നിലനിൽക്കുവാനും ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തുവാനും നമുക്കിടയായി തീരണം. അതിന് ഈ വിയോഗം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിത്യതയുടെ തീരത്ത് കണ്ടുമുട്ടാം എന്നുള്ള പ്രത്യാശയോടുകൂടെ യാത്രാമംഗളം. കൊച്ചമ്മയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും മാത്രമായിട്ട് ഫോട്ടോ എടുക്കണം. കൂടുതൽ സമയമില്ല, പെട്ടെന്ന് വേണം. കൊച്ചമ്മയുടെ 9 മക്കളും മരുമക്കളും കൊച്ചുമക്കളും. എടുക്കാൻ നിർത്തിട്ട് എടുക്കപ്പെടുത്തുള്ളൂ. ആ ഓക്കെ വെച്ചതാ. ബാക്കി മാറ്റല്ലേ. കൊച്ചമ്മയുടെ ആങ്ങളയുടെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാരും കൂടെ കേൾപ്പിക്കണം. ആങ്ങളയുടെ മക്കള് അതിനകത്ത്
നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി നിൽക്കണം, പെട്ടെന്ന് വേണം, ശുശ്രൂഷ ആരംഭിക്കാറായിരിക്കുക. രണ്ട് സ്വന്തം കയറ്റി മുന്നോട്ട്. പനി പിടിച്ചു അതൊന്നും കൊടുത്തുണ്ടല്ലേ. മുന്നോട്ട് കയറി മുന്നോട്ട് കയറി. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. കേരള ഓ ആയിക്കോട്ടെ, മറിക്കും. അപ്പന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളും മരുമക്കളും പെട്ടെന്നാട്ടെ. പെട്ടെന്ന് വേണം. അച്ഛനിപ്പം വരെ ശുശ്രൂഷ ആരംഭിക്കാറായിരിക്കുക. പെട്ടെന്ന് കയറുന്നില്ലേ? ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് വലിയ ഇപ്പുറത്ത് വരാം. ഇത് ഇടയ്ക്ക് കയറി മുന്നോട്ട് കയറി. നമ്മുടെ അനിയച്ച മക്കളല്ല ആദ്യത്തെ ഉണ്ടാക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു അറിയാം. ആദ്യത്തെ ഉണ്ടാക്കുന്ന എല്ലാവരും വാ.
എടുത്ത് വെച്ചടാ. അടുത്ത് ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസകാൽ ഞാൻ നോക്കിയിടുമ്പോൾ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസകാൽ ഞാൻ നോക്കിയിടുമ്പോൾ കാണുന്നല്ലോ സ്നേഹമേറിടുമേ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ ആമോദത ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു മുഖം കാൺമാൻ ഗോതേച്ചവറുല്ലാസമോടിതാ നോക്കിടുന്നു തങ്കാക്കയലിൻ കണ്ണു നീരെല്ലാം താതെന്ത എന്നേക്കുമായി തുഴച്ചിടല്ലോ പൊൻവീണകൾ താഴ്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊൻവീണകൾ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ നാകൾ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ പൊന്നാട്ടിന്റെ രക്തം തന്നിൽ തങ്ങളം നന്നായി വേളുപിച്ച കൂട്ടറിവ പൂർണ്ണ വിശുദ്ധരായി തീർന്ന വരശോവിൽ ശക്തിയാലെ കിരീടങ്ങ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയാങ്കിതരിച്ചോ റേവ കൈയിൽ കോരു തോലായന്തേട്ടവർ സ്തുതി പാടേട്ടാനന്ദമോടാർത്തിടുന്നു ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ
ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ നാഥന്റെ സന്നിധോ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശവേഗത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആകാശവേഗത്തിൽ കാഹളനാദത്തിൽ അടിയാരും നിൻ മുൻപിൽ കാണേണമേ. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ വേദഭാഗം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര ഉള്ളതിനെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തെന്ന വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോ ശേഷിതനായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോ ശേഷിതനായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. യേശു മഹാരാജ സന്നിധിയിൽ ലോകം എനിക്കൊരു ശാശ്വതമല്ലെന്ന് സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വർലോകനാട്ടുകാർക്ക് ക്ഷീരയിൽ പാര കഷ്ടസങ്കടങ്ങൾ വന്നിടുന്നു. സ്വർലോകനാട്ടുകാർക്ക് ക്ഷീരയിൽ പാര കഷ്ടസങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ, നീ എന്റെ സങ്കേതമാകയ ഉള്ളിൽ മാരാക്ലേശം ലേശമില്ല. വിശ്വാസകാപ്പ് സർപ്പൂരം ചേരുവാൻ ചുക്കാൻ വിളിക്കണേ പൊന്നോ നാദ. വിശ്വാസകാപ്പ് സർപ്പൂരം ചേരുവാൻ ചുക്കാൻ വിളിക്കണേ പൊന്നോ നാദ. എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യമെന്തിനു ബാക്കായി താഴ്വരായ യാത്ര ചെയ്ത് സിയോൻ പൂരേ
വേഗം വന്നിടണേ ഞങ്ങൾ കോർത്താലി ചോണിയിൽ മഹാ ദുഃഖം എന്നാലും നിൻ മോഹശോഭയാതിൻ മൂലം സന്തോഷ കാന്തി കണ്ടാനം വിക്കൂ എന്നാലും നിൻ മോഹശോഭ അതിൻ മൂലം സന്തോഷ കാന്തി പൂണ്ടാനം ഉണ്ടെനിക്കാനന്ദ സന്നിധിയിൽ ആനന്ദമുണ്ടനി യേശു മഹാരാജ സന്നിധിയിൽ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കുടുംബാംഗങ്ങളൊഴികെ ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നവർ ആ സ്ഥാനങ്ങളിൽ നിന്ന് ശുശ്രൂഷ നിർവഹിക്കണം. ഇനിയും കാണുവാനായിട്ട് വന്നു ചേരുന്നവർ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അതിന് അവസരമുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ശാന്തമായി ഈ ശുശ്രൂഷ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ എല്ലാവരും ഇതിൽ സംബന്ധിക്കണമേ എന്നറിയിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നവൻ പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും ചെയ്യാത്തവരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും ചെയ്യാത്തവരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും ചെയ്യാത്തവരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. അവളെ കരുണ ചെയ്യുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവക്ഷുസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കടക്കാളികൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങൾ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനന്തതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ
ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ ബബുകൂലസുബാലമോർമിൽ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവേൻ. കൂടെ തന്നെ എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. ഞാൻ ചെയ്തു പോയി, നീ മനുഷ്യരെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങൾ വഹിക്കുമ്പോൾ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരുമായ പോലെയാകുന്നു. എന്നാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന് കാണാതിരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്റെ പ്രാണനെ വിടിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ ന്യായത്തിനൊക്കെ നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ വനച്ചിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. പോലെയാകുന്നു, വലിയ പുഷ്പം പോലെ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. അവന്റെ ചെയ്തികളുടെ മക്കളുടെ മക്കൾക്കുണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. നന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാന വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനം മശിഹ നാദ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നേ ചീടുന്നു, നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയോ ജീവമരണങ്ങളിന്മേലും അധികാരിയാമാശിഹായേ നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നേടുമേ. ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതയും കരുണയുള്ളവനും കൃപയുടനായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വേർപെടാൻ തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസനിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയിച്ചുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തന്റെ ഈ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ഒന്നിനും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയെന്ന സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജികമാവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവന് മൂലമാൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെയും നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവെ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഭാകരം നൽകുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവെ, നീ നീതിയുള്ളവനും നിരവിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസയേറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായി നിന്റെ ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവെ, മനസ്സിലുള്ള ദൈവമേ, ഈ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത നിത്യമായ സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തുനിന്നുള്ള പുറപ്പാടിന് ഒഴുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുഗോത്സവാലവൽമിൻ. ഉയർപ്പും ജീവൻ താനായിരിക്കുന്നവനും വിശ്വസി മരിച്ചാലും ജീവിക്കുമെന്നും ജീവൻ വിശ്വസിനാൾ മരിക്കയില്ല എന്നും അറിഞ്ഞ കർത്താവ് ഞങ്ങൾ കർത്താവായ പിതാവായ ദൈവമേ,
നിന്നോട് വിശ്വാസ ഭയഭക്തിയിലും ഈ ചുറ്റുപിരിഞ്ഞവരായ ദാസ്യദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്നോട് പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങൾ ചെറിയ അനുഭവക്കാരെ തീരത്തക്കവണ്ണം ദൃഷ്ടാന്ത പിന്തുടർന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കൈയേറ്റുവാൻ ഞങ്ങൾ ഓരോ തീരുകയും ചെയ്യുമാറാകണമേ. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയായിരിക്കുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ, പുതുജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കാത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശുദ്ധ ഫുലോസ്ലീഹ ഒരു കൃതി ഒന്നാം ലേഖനത്തിൽ നിന്നും ശ്രീനാടിന് സ്തുതി. ക്രിസ്തു മരിച്ചിട്ട് തന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചൊരു പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചൊരു പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവരെ ഓർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഓർക്കിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനുള്ള സാക്ഷികൾ എന്ന് വരും. മരിച്ചവായി ഓർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ക്രിയേലായിസോൻ ക്രിയേലായിസോൻ ക്രിസ്ത്യേലായിസോൻ ക്രിയേലായിസോൻ ക്രിയേലായിസോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉദരമർവി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവിൽ പ്രിയരെ, പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഏവരുമേ, വേർപാട് ഉണർത്തുന്ന വേദനയുടെ അവസരത്തിലാവുന്നല്ലോ ഞാനും നിങ്ങളും ഇപ്പോൾ ഈ ഭവനത്തിലായിരിക്കുന്നത്. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെല്ലാം സൃഷ്ടിച്ചു ലോകത്ത് പാർക്കുവാൻ അനുവദിക്കുകയും നമ്മുടെ ആയുസ്സിനെ നിശ്ചയിക്കുകയും തമ്പുരാൻ ഇഷ്ടമാകുന്ന അവസരത്തിൽ നമ്മെ തിരികെ വിളിക്കുകയും ചെയ്യുന്നു. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു വാസസ്ഥാനമാണ് മനുഷ്യ ജീവിതത്തിൽ ഈ ലോകം. എന്നാൽ നിത്യമായിരിക്കുന്ന ഒരു വാസസ്ഥാനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയും കർത്താവ് അതിലേക്ക് നമ്മെ ചേർക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്കുള്ള പ്രവേശനത്തിന് മരണം അനിവാര്യവുമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടമാകുന്ന അവസരത്തിൽ
അതുണർത്തുന്ന വേർപാട് വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക ബന്ധങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. ഈ ലോകത്ത് ജനിക്കുവാൻ മാതാപിതാക്കളെ ദൈവം ഒരുക്കുന്നു. അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം, അതിന്റെ അർത്ഥവും വ്യാപ്തിയും എത്രയോ വലുതാണ്. നമ്മൾക്ക് ഈ ലോകത്ത് ജനിക്കുവാനായിട്ട് ഒരു ഗർഭപാത്രം ഒരുക്കപ്പെടുന്നത് മാതാവിന്റെ ഉദരത്തിൽ. അതിന് കാരണഭൂതരാകുന്ന മാതാപിതാക്കളെ ഓർത്ത് നാം എപ്പോഴും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മ ചൊരിയുന്നതായിട്ടുള്ള വാത്സല്യം, അമ്മയിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ, അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന സംഗതിയാണ്. ലോകത്ത് മറ്റൊന്നും കൊണ്ട് ഒരമ്മയെ റീപ്ലേസ് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമല്ല. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. കുഞ്ഞുങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ, അവരുടെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കരുതലോടെ മക്കൾക്ക് വേണ്ടതിനെ നൽകുന്നതിൽ പിതാവിനോടൊപ്പം തന്നെ മാതാവിന് വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള അമ്മ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന അവസരത്തിൽ തലമുറകൾക്കുണ്ടാകുന്ന വേദന ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല. ഒരു ചിന്തകൻ ഒരിക്കലും ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിന് ദൈവസ്നേഹം നൽകുവാൻ എല്ലായിടത്തും ഓടിയെത്തുവാൻ പ്രയാസമായതിനാൽ ദൈവസ്നേഹം ചൊരിയുവാൻ ദൈവം കണ്ടെത്തിയ ഉപാധിയാണ് അമ്മ. സ്നേഹമെന്തെന്ന് തിരിച്ചറിയുന്നത് അമ്മയിലൂടെയാണ്. ദൈവത്തെ സംബന്ധിച്ച് ആദ്യ പാഠങ്ങൾ തിരിച്ചറിയുന്നത് അമ്മയിലൂടെയാണ്. അങ്ങനെ എല്ലാം പകർന്നു നൽകിയ ഈ അമ്മ ഈ ലോകത്ത് തന്റെ ജീവിതം പൂർത്തീകരിച്ച് ഇപ്പോൾ നമ്മോടെല്ലാം വിട ചൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന അവസരമാണ്. അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം 90-ൽ പരം വർഷങ്ങൾ ഈ അമ്മയ്ക്ക് നൽകിയല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വാർദ്ധക്യത്തിന്റേതായിട്ടുള്ള ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മാരകമായ ഒരു രോഗം കൊണ്ടും ഈ അമ്മ ഈ ലോകത്ത് അലയേണ്ടതായിട്ട് വന്നില്ല. എത്ര ഭാഗ്യകരമായിട്ടുള്ള ഒരു മരണം ഈ അമ്മയ്ക്ക് ദൈവം നൽകി. താൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട രാത്രിയിലും അത്താഴം കഴിച്ച് ഉറങ്ങാൻ പോയ അമ്മയാണ് പിന്നീട് ഉറക്കത്തിൽ അസ്വസ്ഥതയുണ്ടായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. പ്രിയരെ, ഈ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ മക്കളെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ അമ്മയെ ഞങ്ങൾക്ക് തന്ന തമ്പുരാനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞു ഇന്ന് ഈ ഭൗതിക ശരീരത്തോട് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ വെച്ച് യാത്ര പറവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ സാക്ഷി. മരണം നമുക്കൊരു നഷ്ടമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നു മരണം ഒരു ലാഭമാണ്. കാരണം നിത്യമായ ഒന്നിലേക്കുള്ള പ്രവേശനമാവുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൽ ഞാൻ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യമായിട്ടുള്ള ഒരു ജീവന്റെ അനുഭവത്തിലേക്ക് ഈ അമ്മ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിൽ മരിച്ച മൃതർ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ ഈ അമ്മച്ചിയെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ ഈ നാളുകളിൽ നിലനിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓരോ മരണവും വാക്കുകളില്ലാതെ ഭാഷണമില്ലാതെ നമ്മോട് സംസാരിക്കുന്നു. അതിനെ കേൾക്കുവാനുള്ള വിനയം നമുക്കുണ്ടാകട്ടെ. ശവമഞ്ചത്തിൽ സാധാരണ എഴുതാറുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ. മരണം എല്ലാവർക്കും സുനിച്ചത്. അതുകൊണ്ട് ഈ ലോക ജീവിതം നമുക്ക് എന്ന് നിലനിൽക്കുന്നതല്ല. നിത്യമായ ഒരിടത്തേക്ക് എനിക്ക് പോകാനുണ്ടെന്നുള്ള വലിയ ചിന്തയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ജീവിതം ചെറുതാണ്, നിത്യത ഒരു യാഥാർത്ഥ്യമാണ്, മരണം സുനിശ്ചിതവും. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചൊരുങ്ങാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും ഈ കുടുംബാംഗങ്ങൾക്ക് ബലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും, വിശേഷാല് ചങ്ങങ്കരി കിഴക്ക് പ്രാർത്ഥനാ യോഗത്തിന്റെ സജീവമായ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇവരെ ബലപ്പെടുത്തി എന്നുള്ളതിന് സംശയമില്ല. ഇവരോടുമുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ദൈവികമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം.
ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മരണത്തിന്മേലും ജീവന്റെ മേലും അധികാരമുള്ളവനായ അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ പ്രിയപ്പെട്ട മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് കർത്താവേ, തിരുമുഖത്തേക്ക് ആശ്വാസത്തിന് വേണ്ടി നോക്കുവാൻ തക്കവണ്ണം ഈ മധ്യാഹ്ന സമയത്ത് ഞങ്ങളെ നീ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. മനുഷ്യജീവിതം നൈമിഷികമാണ്, വയലിലെ പൂ പോലെ പൂക്കുന്നു. കർത്താവെ, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു എന്ന തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. നൈമിഷികമായ ജീവിതത്തിൽ അനശ്വരമായ കൃപയെ ദാനമായി നൽകി, ദൈവസ്നേഹത്തെ നൽകി ഞങ്ങളെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം. അങ്ങനെ കർത്താവെ, നിന്റെ സ്നേഹത്തെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഞങ്ങളെ ഇടവരുത്തുന്ന ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ധന്യകരമായ ജീവിതത്തിനായി നിന്നെ സ്തുതിക്കുന്നു. 9 പതിറ്റാണ്ടുകൾ കർത്താവെ ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയായി പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ നല്ല സഹിയായി കൂടെയിരിക്കുവാൻ, മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ, കൊച്ചുമക്കളെ കാണുവാൻ കർത്താവ് കൊടുത്ത എല്ലാ കൃപകൾക്കുമായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ശാരീരികമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കൂടാതെ വണ്ണം ഇത്രത്തോളം പരിപാലിച്ച എല്ലാ കൃപകൾക്കുമായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുസന്നിധിയിലേക്ക് അങ്ങ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന മാതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, കർത്താവെ, അതുപോലെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും ചേർക്കപ്പെടണം എന്നുള്ള വിചാരവും ബോധ്യവും ഈ നാളുകളിൽ ഞങ്ങൾക്ക് നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ, ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുവാൻ ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത എല്ലാ മക്കൾക്കുമായി നിന്നെ സ്തുതിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ സമയത്ത് കുഞ്ഞുമ്മയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അധികമായി അനുഭവിക്കുവാൻ പ്രിയപ്പെട്ടവരെയൊക്കെ നീ സഹായിക്കണമേ. വിദൂരതയിൽ നിന്നുള്ളവർക്കൊക്കെയും കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി എല്ലാ കൃപകൾക്കുമായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സമാധാനത്തോടെ പ്രത്യാശയോടെ പ്രിയപ്പെട്ട മാതാവിനെ യാത്ര ചെയ്യിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും പ്രിയപ്പെട്ടവരെ ഒരുപോലെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന എല്ലാ കൃപകൾക്കുമായി സ്തോത്രം. നിനക്ക് വേണ്ടി ജീവിപ്പാനും മുഹൂർത്ത പ്രത്യക്ഷതയെങ്കിൽ നിന്നെ എതിരേൽക്കുവാൻ പ്രിയപ്പെട്ട മാതാവിനോടൊന്നിച്ച് ഞങ്ങളും ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ വീണ്ടും ഉപദേശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും അതുപോലെ തിരുക്കരങ്ങളിൽ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. മശ്യാമുല അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, സ്രോതലെ പോലെ ഭൂമിയിലുമാണ്. ദോഷങ്ങളോട് ക്ഷമിക്കണം, പക്ഷേ പ്രവേശിപ്പിക്കാതെ ദോഷങ്ങൾ രക്ഷിക്കണമേ. എന്നുള്ള നാല് രാജ്യവും ശക്തിയും മഹത്വവും സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ നിന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ത്രിയേകത്തിന്റെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഭൗതിക ശരീരം കാണുവാനായിട്ടുള്ളവർക്ക് ഇപ്പോൾ മുന്നോട്ട് വന്ന ഈ സമയം അതിനായിട്ട് വിനിയോഗിക്കാം. തുടർന്ന് അന്ത്യചുംബനം നൽകി യാത്ര പറയുന്നതിനുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം ഇനി ഭൗതിക ശരീരം കാണുവാനായിട്ടുള്ളവർ ഈ എൻട്രൻസിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ മുന്നോട്ട് വന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വഴി ക്ലിയർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആ ഭാഗത്തിന് കാണുവാനായല്ലോണ്ട് മുന്നോട്ട് വന്നാട്ടെ.
ഇങ്ങോട്ടേക്ക് പോകാം. കുടുംബാംഗങ്ങൾ അല്ലാതെ അന്തിമനം നൽകുവാനായിട്ടുള്ളവർ എഴുന്നേറ്റ് കാലത്തെ രോഗികളിൽ നിന്ന് അന്തിമനം നൽകാൻ കുടുംബാംഗങ്ങൾ അവസാനം ഞങ്ങളെ അറിയാൻ ഇങ്ങോട്ട് ഈ ഭാഗത്ത്